BBY ITIയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെയിൽവേ എഞ്ചിനീയറിംഗിലെ സിഗ്നലിംഗ് എന്ന ടോപ്പിക്കാണ്. സിഗ്നലിംഗ് എന്താണെന്ന് നോക്കാം. സിഗ്നലിംഗ് ഈസ് എ ഡിവൈസ് ബൈ വിച്ച് ദി മൂവ്മെന്റ് ഓഫ് ദി ട്രെയിൻ ഈസ് കൺട്രോൾഡ്. ട്രെയിനിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസിനെയാണ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫ്രം ദി സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദി ട്രെയിൻ. ട്രെയിനിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഒബ്ജക്ട്സ് ഓഫ് സിഗ്നലിംഗ്. സിഗ്നലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. To provide safety to passengers and staff. പാസഞ്ചേഴ്സിനും സ്റ്റാഫിനും സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. To maintain the safe distance between trains running on the same line in the same direction. ഒരേ ഡയറക്ഷനിൽ സെയിം ലൈനിൽ റണ്ണ് ചെയ്യുന്ന ട്രെയിൻസിൻ്റെ ഇടയിലെ സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. To give directional indications at divergent junctions. ജംഗ്ഷൻസിൽ ഡയറക്ഷണൽ ഇൻഡിക്കേഷൻസ് കൊടുക്കാൻ വേണ്ടി. During maintenance and repair operations. To run trains at restricted സ്പീഡ്സ്. മെയിൻ്റനൻസ് റിപ്പയർ ഓപ്പറേഷൻസിൻ്റെ സമയത്ത് ട്രെയിൻസിനെ റെസ്ട്രിക്റ്റഡ് സ്പീഡിൽ റൺ ചെയ്യിക്കാൻ വേണ്ടി. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സിഗ്നലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്. സിഗ്നൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ഫങ്ഷൻ, സ്റ്റോപ്പ് സിഗ്നൽസ് ഓർ സെമാഫോർ ടൈപ്പ് സിഗ്നൽസ്, വാർണർ സിഗ്നൽസ്, ഡിസ്ക് ഓർ ഗ്രൗണ്ട് ഓർ ഷണ്ടിങ് ഓർ മെയിൻറ്റെയിൻ സെമാഫോർ സിഗ്നൽ. ദെൻ അക്കോർഡിംഗ് ടു ലൊക്കേഷൻ, outer signal, home signal, starter signal, advanced starter signal. Then according to specific purpose, routing signal, repeater signal, call-on signal, shunting signal, miscellaneous signal. Then according to operation, hand signal, fixed signal, detonating signal. ഇനി ഇത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് അക്കോർഡിംഗ് ടു ഫങ്ഷൻ. സിഗ്നൽസിൻ്റെ ഫങ്ഷനെ ബേസ് ചെയ്ത് വരുന്ന ക്ലാസിഫിക്കേഷനാണിത്. അതിൽ ഒന്നാമത് വരുന്നതാണ് സ്റ്റോപ്പ് സിഗ്നൽസ്. അതിൻ്റെ വേറൊരു പേരാണ് സെമാഫോർ ടൈപ്പ് സിഗ്നൽസ്. ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതാണ് സെമാഫോർ സിഗ്നൽസ്. സെമാഫോർ സിഗ്നൽ ഈസ് പ്ലേസ്ഡ് വിത്ത് വെർട്ടിക്കൽ പോസ്റ്റ്. ഒരു വെർട്ടിക്കൽ പോസ്റ്റിലാണ് സെമാഫോർ സിഗ്നൽസ് കൊടുക്കുന്നത്. സെമാഫോർ ആം പ്രൊജക്ട്സ് ടുവേർഡ്സ് ദി ട്രാക്ക്. ട്രാക്കിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തുള്ളത്. ദ സൈഡ് ഓഫ് ദി ആം ഫേസിംഗ് ദി ഡ്രൈവർ ഈസ് പെയിൻറ്റഡ് റെഡ് വിത്ത് വെർട്ടിക്കൽ വൈറ്റ് ബാൻഡ് നിയർ ദി എൻഡ്. ദെൻ ഡ്രൈവറിൻ്റെ ഭാഗത്തേക്ക് ഫേസ് ചെയ്യുന്ന സൈഡിനെ റെഡ് പെയിൻറ്റ് ചെയ്ത് അതിൽ വെർട്ടിക്കൽ വൈറ്റ് ബാൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. The lighting arrangement is also provided for signaling at night. ഇതിനോട് ചേർന്ന് കൊടുത്തിട്ടുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് നൈറ്റിലെ സിഗ്നലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. then ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻസ് വരുന്നത്. ഈ സിഗ്നൽ ഹൊറിസോണൽ പൊസിഷനിലാണെങ്കിൽ ഡേഞ്ചർ ആണ്, സ്റ്റോപ്പ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇൻക്ലൈൻഡ് പൊസിഷനിലാണെങ്കിൽ ക്ലിയർ, പ്രൊസീഡ് എന്ന് പറയും. then രണ്ടാമത് വരുന്നത് വാർണർ സിഗ്നൽസ്. സിമിലർ ടു സെമാഫോർ സിഗ്നൽ വിത്ത് ദി എക്സെപ്ഷൻ ദാറ്റ് അറ്റ് ദ ഫ്രീ എൻഡ് വി നോച്ച് ഇസ് കട്ട്. ഈ വാർണർ സിഗ്നൽസും സെമാഫോർ സിഗ്നൽസിന് സിമിലർ ആണ്. ദെൻ അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത് ഇതിൻ്റെ എൻഡിലൊരു വി കട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ വൈറ്റ് വി ഷേപ്ഡ് ബാൻഡ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് നിയർ ദി എൻഡ്. ദെൻ ഇതിൻ്റെ എൻഡിലൊരു വൈറ്റ് വി ഷേപ്ഡ് ബാൻഡ് കൊടുത്തിട്ടുണ്ട്. ദ ഇൻക്ലൈൻഡ് പൊസിഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ട്രാക്ക് ഈസ് ക്ലിയർ. ദെൻ ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് ആണ് ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. ഹൊറിസോണ്ടലാണെങ്കിൽ അത് സ്റ്റോപ്പ്, ഇൻക്ലൈൻഡ് ആണെങ്കിൽ ക്ലിയർ എന്ന് പറയുന്നു. Sometimes semaphore and Warner signals both can be placed on the same pole. സെമാഫോറും വാർണർ സിഗ്നലും ഒരേ പോസ്റ്റിൽ തന്നെ കൊടുക്കാൻ പറ്റും. ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. The semaphore is placed on top and the Warner at about 2 meter below. സെമാഫോർ മുകളിലും then അതിന് 2 meter താഴെയായിട്ടാണ് വാർണർ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിസ്ക് സിഗ്നൽ. They are also known as shunting signal as they are used for low speed movements as during shunting operation. ഡിസ്ക് സിഗ്നലിനെ ഷണ്ടിങ് സിഗ്നൽ എന്നും പറയപ്പെടുന്നു. ഷണ്ടിങ് ഓപ്പറേഷൻ സമയത്ത് സ്പീഡ് ലോ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഷണ്ടിങ് സിഗ്നൽ എന്ന് പറയുന്നത്. ഇവിടെ ഷണ്ടിങ് ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നതിനെയാണ് ഷണ്ടിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. They consist of circular disc with red bands on white background. ദെൻ ഡിസ്ക് സിഗ്നലിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊരു റെഡ് ബാൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇഫ് റെഡ് ബാൻഡ് ഈസ് ഹൊറിസോണ്ടൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് പ്രൊസീഡ്. ഈ റെഡ് ബാൻഡ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ പ്രൊസീഡ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. They are also provided with a lamp and colored glasses. The next colored light signal. These are automatic signals and give indications by electric lights both during the night and as well as in the day. Colored light signalസിൽ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് ലൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഡേ ടൈമിലും അതുപോലെ നൈറ്റിലും സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. The signals generally consist of 3 lights fixed on a vertical post. ഒരു vertical പോസ്റ്റിൽ ഫിക്സ് ചെയ്തിട്ടുള്ള 3 lights ആണ് colored light signal. The signals are provided with red, yellow and green light. Then ഈ സിഗ്നൽസിൽ റെഡ്,
യെല്ലോ ആൻഡ് ഗ്രീൻ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. റെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റ്സ് സ്റ്റോപ്പ്, യെല്ലോ ലൈറ്റ് ഇൻഡിക്കേറ്റ്സ് പ്രൊസീഡ് വിത്ത് കോഷൻ ആൻഡ് ഗ്രീൻ ലൈറ്റ് ഇൻഡിക്കേറ്റ്സ് പ്രൊസീഡ്. റെഡ് ലൈറ്റ് സ്റ്റോപ്പ് എന്നും യെല്ലോ ലൈറ്റ് പ്രൊസീഡ് വിത്ത് കോഷൻ, ഗ്രീൻ ലൈറ്റ് പ്രൊസീഡ് എന്നുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. then അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ പ്രൊസീഡ്, യെല്ലോ ലൈറ്റ് പ്രൊസീഡ് വിത്ത് കോഷൻ, റെഡ് ലൈറ്റ് ഡേഞ്ചർ സ്റ്റോപ്പ്. നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ലൊക്കേഷൻ, സിഗ്നൽസിൻ്റെ ലൊക്കേഷനെ ബേസ് ചെയ്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണിത്. അതിൽ ഒന്നാമത് വരുന്നതാണ് ഔട്ടർ സിഗ്നൽ. ദിസ് ഈസ് വാർണർ സിഗ്നൽ ഫോർ ദി ഡ്രൈവർ വിച്ച് ഗീവ്സ് ദി ഇൻഡിക്കേഷൻ ഓഫ് ദി പൊസിഷൻ എഹെഡ് വെദർ ദി പ്ലാറ്റ്ഫോം ഈസ് ക്ലിയർ ഓർ നോട്ട്. ഈ ഔട്ടർ സിഗ്നൽ ഒരു വാർണർ സിഗ്നലാണ്. തൊട്ട് മുന്നിലുള്ള പ്ലാറ്റ്ഫോം ക്ലിയർ ആണോ അല്ലേ എന്ന് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇൻ ദി ഇൻക്ലൈൻഡ് പൊസിഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ട്രാക്ക് ആൻഡ് പ്ലാറ്റ്ഫോം ഈസ് ക്ലിയർ. ഔട്ടർ സിഗ്നൽ ഇൻക്ലൈൻഡ് പൊസിഷനിലാണെങ്കിൽ ആ പ്ലാറ്റ്ഫോം ക്ലിയർ ആണെന്ന് സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് ഹോം സിഗ്നൽ. After the outer signal towards station is a stop signal which is exactly placed at the station limit is called home or stop signal. ഔട്ടർ സിഗ്നലിന് ശേഷം വരുന്ന സിഗ്നലാണ് ഹോം സിഗ്നൽ. ഇത് സ്റ്റേഷൻ ലിമിറ്റിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിനെ സ്റ്റോപ്പ് സിഗ്നൽ എന്നും പറയപ്പെടുന്നു. ദ പെർമിഷൻ ടു എൻ്റർ ദി പ്ലാറ്റ്ഫോം ഈസ് ഗിവൺ ബൈ ദി ഓപ്പറേഷൻ ഓഫ് ദി സിഗ്നൽ. ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പെർമിഷൻ നൽകുന്നത് ഹോം സിഗ്നലാണ്. The next is starter signal. The signal is provided at the forward end of platform and controls the movements of trains. പ്ലാറ്റ്ഫോമിൻ്റെ ഫോർവേഡ് എൻഡിലാണ് ഈ സിഗ്നൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ട്രെയിൻസിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നു. ഇറ്റ് ഗീവ്സ് പെർമിഷൻ ടു ദി ട്രെയിൻ ടു ലീവ് ദി പ്ലാറ്റ്ഫോം ഫോർ നെക്സ്റ്റ് സ്റ്റേഷൻ. ട്രെയിനിന് പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് ലീവ് ചെയ്യാനുള്ള പെർമിഷൻ സ്റ്റാർട്ടർ സിഗ്നലാണ് കൊടുക്കുന്നത്. ദ നെക്സ്റ്റ് അഡ്വാൻസ് സ്റ്റാർട്ടർ സിഗ്നൽ. ദ ലിമിറ്റ് ഓഫ് എ സ്റ്റേഷൻ സെക്ഷൻ ലൈസ് ബിറ്റ്വീൻ ഹോം സിഗ്നൽ ആൻഡ് ദി അഡ്വാൻസ് സ്റ്റാർട്ടർ സിഗ്നൽ. ഒരു സ്റ്റേഷൻ സെക്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഹോം സിഗ്നലിൻ്റെയും അഡ്വാൻസ് സ്റ്റാർട്ടർ സിഗ്നലിൻ്റെയും ഇടയിലാണ്. ദ സിഗ്നൽ വിച്ച് അലോസ് ട്രെയിൻ ടു എൻ്റർ ഇൻ ബ്ലോക്ക് സെക്ഷൻ ഈസ് കോൾഡ് അഡ്വാൻസ് സ്റ്റാർട്ടർ സിഗ്നൽ. ട്രെയിനിനെ ബ്ലോക്ക് സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാൻ അനുവദിക്കുന്ന സിഗ്നലിനെയാണ് അഡ്വാൻസ് സ്റ്റാർട്ടർ സിഗ്നൽ എന്ന് പറയുന്നത്. then ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ലൊക്കേഷന് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ സിഗ്നൽസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഔട്ടർ സിഗ്നൽ, ഹോം സിഗ്നൽ, സ്റ്റാർട്ടർ സിഗ്നൽ, അഡ്വാൻസ് സ്റ്റാർട്ടർ. നെക്സ്റ്റ് അക്കോർഡിംഗ് ടു സ്പെസിഫിക് പർപ്പസ്. സ്പെസിഫിക് പർപ്പസിനെ ബേസ് ചെയ്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ. അതിൽ ഫസ്റ്റ് വൺ റൂട്ടിംഗ് സിഗ്നൽ. വെൻ മെനി ബ്രാഞ്ച് ലൈൻസ് ഡൈവേർജ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഫ്രം ദി മെയിൻ ലൈൻ, in such situations various signals for main lines and branch lines are fixed on the same vertical post. മെയിൻ ലൈനിൽ നിന്ന് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ബ്രാഞ്ച് ലൈൻസ് ഡൈവേർജ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ മെയിൻ ലൈൻസിൻ്റെയും ബ്രാഞ്ച് ലൈൻസിൻ്റെയും വേരിയസ് സിഗ്നൽസ് സെയിം വേർട്ടിക്കൽ പോസ്റ്റിൽ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അതിനെ റൂട്ടിംഗ് സിഗ്നൽ എന്ന് പറയും. The next repeater signal. When the view of the main signal is obstructed due to some structure or on curves, some signals are used to repeat. These are called repeating signals. ചില കേസിൽ മെയിൻ സിഗ്നൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, ചില സ്ട്രക്ചർ കൊണ്ടോ അല്ലെങ്കിൽ കർവൊക്കെ വരുന്ന കേസിൽ കാണാൻ സാധിക്കില്ല. അത്തരം കേസിൽ ഈ മെയിൻ സിഗ്നലിൻ്റെ അതേ സിഗ്നൽ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് റിപ്പീറ്റർ സിഗ്നൽ എന്ന് പറയുന്നത്. ഇതും സെമാഫോർ സിഗ്നൽ പോലെ റെഡ് പെയിന്റ് ചെയ്ത് അതിലൊരു വെർട്ടിക്കൽ വൈറ്റ് ബാൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് കോളിംഗ് ഓൺ സിഗ്നൽ. ദിസ് ആർ സിമിലർ ടു സെമാഫോർ സിഗ്നൽസ് ബട്ട് ദേ ആർ സ്മോളർ ആൻഡ് ഫിക്സഡ് ഓൺ ദി സെയിം പോസ്റ്റ് ബിലോ ദി മെയിൻ സിഗ്നൽ. ഇതും സെമാഫോർ സിഗ്നൽസിന് സിമിലർ ആണ്. അതിനേക്കാൾ സ്മോൾ ആണ് ആൻഡ് മെയിൻ സിഗ്നലിന്റെ അതേ പോസ്റ്റിലാണ് ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് പെർമിറ്റ്സ് എ ട്രെയിൻ ടു പ്രൊസീഡ് വിത്ത് കോഷൻ. then ഇവിടെ സിഗ്നൽ വൈറ്റ് പെയിന്റ് ചെയ്ത് അതിലൊരു വെർട്ടിക്കൽ റെഡ് ബാൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. the next shunting signal. These are actually point indicators and are used during shunting operation to indicate whether points are set for the main lines or not. shunting signals പ്രൊവൈഡ് ചെയ്യുന്നത് ഷണ്ടിങ് ഓപ്പറേഷൻ സമയത്ത് ഇൻഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. the next miscellaneous signal. In addition to the above signals, various other types of signals are required to control the movement of trains, such as during relaying of track, repairing of bridges and culverts, during accidents. ആക്സിഡൻസ്, അതുപോലെ ബ്രിഡ്ജ് കൾവേർട്സിൻ്റെ റിപ്പയർ, അതുപോലെ ട്രാക്കിൻ്റെ റീലേയിങ് കേസിലൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞ സിഗ്നൽസിനേക്കാൾ അഡീഷണൽ ആയിട്ട് പല ടൈപ്സ് സിഗ്നൽസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത്തരം സിഗ്നൽസിനെയാണ് മിസല്ലേനിയസ് സിഗ്നൽ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് മിസല്ലേനിയസ് സിഗ്നൽസ്. മിസല്ലേനിയസ് സിഗ്നൽസിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോഷൻ ഇൻഡിക്കേറ്റർ സിഗ്നൽ. ഡ്യൂറിംഗ് repairing work of the track, it gives signals to reduce the speed of the train and be prepared to stop at any moment.
കോഷൻ ഇൻഡിക്കേറ്റർ സിഗ്നൽ യെല്ലോ ആൻഡ് ബ്ലാക്കിലാണ് കാണുന്നത്. ട്രാക്കിന്റെ റിപ്പയറിംഗ് വർക്ക് നടക്കുന്ന സമയത്ത് ട്രെയിനിന്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. അതിന് ആ ട്രെയിൻ ഏത് സമയത്തും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കണം. നെക്സ്റ്റ് സ്പീഡ് ഇൻഡിക്കേറ്റർ സിഗ്നൽ. ദിസ് ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റർ ഈസ് ഫിക്സഡ് ആഫ്റ്റർ ദി കോഷൻ ഇൻഡിക്കേറ്റേഴ്സ്. കോഷൻ ഇൻഡിക്കേറ്റേഴ്സിന് ശേഷമാണ് സ്പീഡ് ഇൻഡിക്കേറ്റർ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഇൻ ദ സെക്ഷൻ ഓഫ് ട്രാക്ക് ഈസ് ഗിവൺ ഓൺ ദി ഇൻഡിക്കേറ്റർ ബോർഡ്. ആ ട്രെയിനിന്റെ മാക്സിമം പെർമിസിബിൾ സ്പീഡ് ആണ് ഈ ഒരു ബോർഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റോപ്പ് ഇൻഡിക്കേറ്റർ സിഗ്നൽ. ഇഫ് ദ ട്രെയിൻ ഈസ് റിക്വയർഡ് ടു സ്റ്റോപ്പ് ബിഫോർ പാസിംഗ് ത്രൂ ദി സെക്ഷൻ അണ്ടർ റിപ്പയർ, ദീസ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് ആർ പ്രൊവൈഡഡ്. ദെൻ റിപ്പയർ സെക്ഷൻസ് വരുന്ന സമയത്ത് ട്രെയിൻസിന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേഷൻസ് കൊടുക്കുന്നതാണ് സ്റ്റോപ്പ് ഇൻഡിക്കേറ്റർ സിഗ്നൽ. ദെൻ അത് ഇതുപോലെ റെഡ് ആൻഡ് വൈറ്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ റെഡ് ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. The next shunting indicator signal. The signals denote the limit of the shunting. ഷണ്ടിങ്ങിന്റെ ലിമിറ്റ് ഡിനോട്ട് ചെയ്യാനാണ് ഈ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. No vehicle should be taken above this limit during shunting operation. The next terminal signal. The signals show that the repair section is over and now increase the speed of the train to the permissible limit. The terminal signals ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു റിപ്പയർ സെക്ഷൻ കഴിഞ്ഞു, ഇനി സാധാരണ സ്പീഡിലേക്ക് ട്രെയിനിന് പോവാം എന്നാണ് കാണിക്കുന്നത്. ഇത് ഇതുപോലെ ടി എന്ന ലെറ്ററിലാണ് സൂചിപ്പിക്കുന്നത്. The next അക്കോർഡിംഗ് ടു ഓപ്പറേഷൻ. സിഗ്നൽസിന്റെ പ്രവർത്തനത്തിനെ ബേസ് ചെയ്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ആൻഡ് സിഗ്നൽ. ദി സിഗ്നൽസ് ആർ ഗിവൺ എയ്തർ ബൈ കളേർഡ് ഫ്ലാഗ് റെഡ് ആൻഡ് ഗ്രീൻ ഓർ ബിയർ ആംസ് ഡ്യൂറിംഗ് ദി ഡേ ടൈം ആൻഡ് നൈറ്റ് ബൈ മീൻസ് ഓഫ് കളേർഡ് ലാംപ്സ് ഗ്രീൻ, യെല്ലോ ആൻഡ് റെഡ്. ഹാൻഡ് സിഗ്നൽസിൽ ഒന്നുകിൽ കളേർഡ് ഫ്ലാഗ്സ് യൂസ് ചെയ്യാം റെഡ് ആൻഡ് ഗ്രീനിൽ, അല്ലെങ്കിൽ വെറുതെ കൈ യൂസ് ചെയ്തിട്ട് ഡേ ടൈമിലാണെങ്കിൽ കൈ യൂസ് ചെയ്തിട്ട് സിഗ്നൽസ് കാണിക്കാം. നൈറ്റിലാണെങ്കിൽ ഗ്രീൻ, യെല്ലോ ആൻഡ് റെഡ് കളേർഡ് ലാംപ്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഫിക്സഡ് സിഗ്നൽ. These are fixed type signals which are placed along the side of railway tracks. Railway tracks ന്റെ സൈഡ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന സിഗ്നൽസ് ആണ് ഫിക്സഡ് സിഗ്നൽസ്. സെമാഫോർ സിഗ്നൽസ്, ഡിസ്ക് സിഗ്നൽസ്, കളേർഡ് സിഗ്നൽസ് എക്സെട്ര ആർ ദി എക്സാമ്പിൾസ് ഫോർ ദി ഫിക്സഡ് സിഗ്നൽസ്. ഫിക്സഡ് സിഗ്നൽസിന് എക്സാമ്പിൾസ് ആണ് സെമാഫോർ സിഗ്നൽസ്, ഡിസ്ക് സിഗ്നൽസ്, കളേർഡ് സിഗ്നൽസ് എക്സെട്ര. നെക്സ്റ്റ് ഡിറ്റോണേറ്റിംഗ് സിഗ്നൽ. ഡ്യൂറിംഗ് ദി foggy or cloudy weather when hand or fixed signals are not visible, detonating signals are used. മഞ്ഞു മൂടിയ അല്ലെങ്കിൽ ക്ലൗഡി വെതറിന്റെ കേസിൽ ആൻഡ് സിഗ്നൽസോ ഫിക്സഡ് സിഗ്നൽസോ വിസിബിൾ അല്ലാത്ത കേസിലാണ് ഡിറ്റോനേറ്റിംഗ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. ദിസ് ആർ ഇൻ ദ ഫോം ഓഫ് ഡിറ്റോനേഷൻസ് വിച്ച് ആർ ഫിക്സഡ് ഓൺ ദി ടോപ്പ് ഓഫ് ദി റെയിൽസ് വെൻ ദി എൻജിൻ പാസസ് ഓവർ ഇറ്റ്. ദീസ് ആർ എക്സ്പ്ലോഡഡ് വിത്ത് ലൗഡ് സൗണ്ട്. ഇവിടെ ഡിറ്റോനേഷൻസ് അതായത് സ്ഫോടക വസ്തുക്കളാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അത് റെയിൽസിന്റെ മുകളിൽ വെച്ചിട്ട് എൻജിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ലൗഡ് സൗണ്ടോട് കൂടി എക്സ്പ്ലോഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് റെയിൽവേയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിഗ്നൽസ് വരുന്നത്.